ഹായ് ഫ്രണ്ട്സ്, PSC ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു 70 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു മാതൃകാ ചോദ്യപേപ്പറാണ്. നമുക്ക് വരുന്ന 10th ലെവൽ മെയിൻ എക്സാമുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണുക, എക്സാം ചെയ്ത് നോക്കുക, എത്ര സ്കോറാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, നീലജല നയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആര്? നീലജല നയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി. ഉത്തരം ഓപ്ഷൻ എ, ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് നീലജല നയം നടപ്പിലാക്കിയത്. താഴെ തന്നിരിക്കുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. മാർത്താണ്ഡവർമ്മയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ഇതിൽ ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കി. അത് റാണി ഗൗരി പാർവതിഭായിയുടെ കാലഘട്ടത്തിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കിയത്. ബാക്കി മൂന്നും മാർത്താണ്ഡവർമ്മയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് അദ്ദേഹമാണ്. അതുപോലെ ഹിരണ്യഗർഭം ചടങ്ങ് ആരംഭിച്ചതും അദ്ദേഹമാണ്. പതിവ് കണക്ക് സമ്പ്രദായം അല്ലെങ്കിൽ ബജറ്റ് കൊണ്ടുവന്നതും മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ള ജോഡി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയ വ്യക്തികളിൽ ഒരാൾ ബീഗം ഹസ്രത്ത് മഹലും മറ്റേയാൾ ബിർജിസ് ഖാദർ എന്ന വ്യക്തിയുമാണ്. ഫിറോസ് ഷാ എന്നുള്ളത് തെറ്റാണ്. അടുത്ത ചോദ്യം, സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന വസ്തുതകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കുകയായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അതുപോലെ തന്നെ നമ്മൾ സ്വദേശീയമായിട്ട് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ നമ്മുടെ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതുപോലെ പഞ്ചാബിൽ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ലാലാ ലജ്പത് റായ് ആയിരുന്നു. വന്ദേമാതരം പ്രസ്ഥാനം എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. തെറ്റായ ജോഡി കണ്ടെത്തുക. താഴെ കുറിച്ച് വർത്തമാന പത്രങ്ങളുടെയും അതുപോലെ തന്നെ അവയുടെ പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയ ആളുകളുടെയും പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. അവയിൽ തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. ന്യൂ ഇന്ത്യ മഹാത്മാഗാന്ധി എന്നുള്ള ജോഡിയാണ് തെറ്റ്. ന്യൂ ഇന്ത്യ ആനി ബസന്റിൻ്റെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണമാണ്. യങ് ഇന്ത്യയാണ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിച്ച പത്രം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ള മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ളത്. കർഷകർക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏത്? കർഷകർക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹം. ഉത്തരം ഓപ്ഷൻ എ, ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി കർഷകർക്ക് വേണ്ടി നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഗാന്ധിജി ആദ്യമായിട്ട് നടത്തിയ സത്യാഗ്രഹവും ചമ്പാരൻ സത്യാഗ്രഹമാണ്. കേരളത്തിലെ ആദ്യ റവന്യൂ ജില്ല. കേരളത്തിലെ ആദ്യ റവന്യൂ ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ സി, പാലക്കാട്. പാലക്കാടാണ് കേരളത്തിലെ ആദ്യ റവന്യൂ ജില്ല.
ലോക ഭൗമ ദിനമായി ആചരിക്കുന്ന ദിവസം. ലോക ഭൗമ ദിനമായി ആചരിക്കുന്ന ദിവസം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഏപ്രിൽ 22. ഏപ്രിൽ 22-നാണ് ലോക ഭൗമ ദിനമായിട്ട് ആചരിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന പ്രത്യേകതകൾ ഭൂമിയുടെ ഏത് അന്തരീക്ഷ പാളിയുമായി ബന്ധപ്പെട്ടതാണ്? ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം, ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് അനുയോജ്യമാണ്, ഉയരം കൂടുന്തോറും ഊഷ്മാവ് ക്രമരഹിതമായി കൂടുന്നു. ഈ പ്രത്യേകതകൾ ഭൂമിയുടെ ഏത് അന്തരീക്ഷ പാളിയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ബി സ്ട്രാറ്റോസ്ഫിയർ. താഴെ കൊടുത്തിരിക്കുന്ന അതിർത്തി രേഖകളിൽ തെറ്റായ ജോഡി ഏത്? താഴെ കൊടുത്തിരിക്കുന്ന അതിർത്തി രേഖകളിൽ തെറ്റായ ജോഡി. ഓപ്ഷൻ ബി ആണ് തെറ്റായ ജോഡി. ഇന്ത്യ ചൈന അതിർത്തി രേഖ വരുന്നത് മക്മഹോൻ രേഖയാണ്, ഡ്യൂറൻഡ് രേഖയല്ല. ഡ്യൂറൻഡ് രേഖ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബോർഡർ വരുന്നതാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രത്യേകതകൾ ഇന്ത്യയുടെ ഏത് ഭൂവിഭാഗവുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക. ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നു, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നു, ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം. ഇത് ഏത് ഭൂവിഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലമാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത്, അതുപോലെ തന്നെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത്, അതുപോലെ ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഉത്തര മഹാസമതലം. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയൻ നദികളെ തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നവയിൽ നിന്ന് കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയൻ നദികളെ തിരഞ്ഞെടുക്കുക. മഹാനദി, നർമ്മദ, താപ്തി, കൃഷ്ണ, ഗോദാവരി. ഇവയിൽ കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയൻ നദികൾ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1, 4, 5. മഹാനദി, കൃഷ്ണ, ഗോദാവരി എന്നിവയാണ് കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയൻ നദികൾ. നർമ്മദ, താപ്തി എന്നിവ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയൻ നദികളാണ്. താഴെ പറയുന്നവയിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. തന്നിരിക്കുന്നവയിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന. വൻകിട ജലസേചന പദ്ധതികൾ ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആയിരുന്നു കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ആരംഭിച്ച പദ്ധതി. അപ്പോൾ കാർഷിക ആവശ്യങ്ങൾക്കായിട്ട് വൻകിട ജലസേചന പദ്ധതികൾ ആരംഭിച്ചതും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ത്യയുടെ 26ാമത് RBI ഗവർണർ ആര്? താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യയുടെ 26ാമത് RBI ഗവർണർ? ഉത്തരം ഓപ്ഷൻ ബി സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്രയാണ് ഇന്ത്യയുടെ 26ാമത് RBI ഗവർണർ. അതായത് നിലവിലെ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. അടുത്ത ചോദ്യം, നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ ആര്? ഉത്തരം ഓപ്ഷൻ എ പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ. താഴെ തന്നിരിക്കുന്നവയിൽ റാബി വിളകൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ റാബി വിളകൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ചോളം. ചോളം ഒരു ഖാരിഫ് വിളയാണ്. ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്? ഏത് ഗവൺമെൻറ്റിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി PV നരസിംഹറാവു. നരസിംഹറാവുവിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളും അവയുടെ ചെയർമാൻമാരുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏത്? താഴെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ കമ്മിറ്റികളും അവരുടെ ചെയർമാൻമാരെയും കൊടുത്തിരിക്കുന്നു. അതിൽ തെറ്റായിട്ടുള്ള ജോഡി ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള ജോഡി. സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേൽ അല്ല, ജവഹർലാൽ നെഹ്റു ആണ്. സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ
ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ പ്രസ്താവിക്കുന്ന മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്? ഉത്തരം ഓപ്ഷൻ സി, അയർലൻഡ്. അയർലൻഡിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ, അതുപോലെ പ്രസിഡന്റിൻ്റെ തിരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് എന്നീ ആശയങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പിനെയാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത്? ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് ഏത് അനുച്ഛേദത്തെയാണ്? ഉത്തരം ഓപ്ഷൻ എ, 32-ാം അനുച്ഛേദം. 32-ാം അനുച്ഛേദമാണ് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം നൽകുന്നത്. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം അതിനെ ഭരണഘടനയുടെ ഹൃദയം, ആത്മാവ് എന്നെല്ലാം വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നതും 32-ാം അനുച്ഛേദമാണ്. പഞ്ചായത്തി രാജ് നിയമം എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി. പഞ്ചായത്തി രാജ് നിയമം എന്ന പേരിൽ അറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി താഴെ പറയുന്നവയിൽ ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ആൻസർ. 73-ാം ഭരണഘടനാ ഭേദഗതിയാണ് പഞ്ചായത്തി രാജ് നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പഞ്ചായത്തി രാജ് നിയമം എന്നറിയപ്പെടുന്നത് 73-ാം ഭരണഘടനാ ഭേദഗതി. താഴെ പറയുന്നവയിൽ മൗലിക കടമകളിൽ പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. താഴെ പറയുന്നവയിൽ മൗലിക കടമകളിൽ പെടാത്തത്. ഉത്തരം ഓപ്ഷൻ സി, തൊഴിൽ സമത്വം ഉറപ്പുവരുത്തുക എന്നത് മൗലിക കടമയിൽ പെടുന്ന കാര്യമല്ല. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുക്കുക. ജയിൽ, വനം, ബാങ്ക്, കൃഷി, വിദ്യാഭ്യാസം. ഇവയിൽ കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. 2ഉം 5ഉം. 2 വനം, 5 വിദ്യാഭ്യാസം. ഇവയാണ് കൺകറന്റ് ലിസ്റ്റിൽ വരുന്നത്. ജയിലും കൃഷിയും വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ, ബാങ്ക് വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്ത്രീ ശാക്തീകരണം എന്നിവ ലക്ഷ്യം വെച്ച് ആരംഭിച്ച പദ്ധതി 1998 മെയ് 17-ന് നിലവിൽ വന്നു. ഒരു കുടുംബശ്രീ യൂണിറ്റിൽ 10 മുതൽ 20 വരെ അംഗങ്ങളാവാം. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ജില്ല ആലപ്പുഴ. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി, 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. 4-ാമത്തെ പ്രസ്താവന തെറ്റാണ്. കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മലപ്പുറം ജില്ലയിലാണ്. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വിളംബരം ഏത്? ഉത്തരം ഓപ്ഷൻ എ, പണ്ടാരപ്പാട്ട വിളംബരം. പണ്ടാരപ്പാട്ട വിളംബരമാണ് തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. ദേശീയ വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്ന വർഷം. ദേശീയ വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ സി, 1992 ജനുവരി 31. 1992 ജനുവരി 31-നാണ് ദേശീയ വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, ആദിവാസി ഊരുകളിലെ ജനങ്ങൾക്ക് സാക്ഷരത ഉറപ്പുവരുത്തുന്ന സംസ്ഥാന സാക്ഷരതാ മിഷന്റെ പദ്ധതി. ആദിവാസി ഊരുകളിലെ ജനങ്ങൾക്ക് സാക്ഷരത ഉറപ്പുവരുത്തുന്ന സംസ്ഥാന സാക്ഷരതാ മിഷന്റെ പദ്ധതി. ഉത്തരം ഓപ്ഷൻ ഡി, സമഗ്ര. സമഗ്ര. അസ്ഥികളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന യോജക കല ഏത്? താഴെ പറയുന്നവയിൽ ഏത് യോജക കലയാണ് അസ്ഥികളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, സ്നായുക്കൾ. അസ്ഥികളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന യോജക കലയാണ് സ്നായുക്കൾ. അടുത്ത ചോദ്യം, വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു. വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു താഴെ പറയുന്നവയിൽ ഏതാണ്?
ഉത്തരം ഓപ്ഷൻ ഡി റൊഡോപ്സിൻ. റൊഡോപ്സിൻ ആണ് വിഷ്വൽ പർപ്പിൾ എന്നറിയപ്പെടുന്നത്. ജീവകം ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. താഴെ പറയുന്നവയിൽ ജീവകം ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി റിക്കറ്റ്സ്. റിക്കറ്റ്സ് അഥവാ കണ എന്നും ഈ രോഗം അറിയപ്പെടുന്നു. രോഗങ്ങളും രോഗകാരികളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. താഴെ കുറച്ച് രോഗങ്ങളും അവയുടെ രോഗകാരികളെയും കൊടുത്തിരിക്കുന്നു. അവയിൽ തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് തെറ്റായ ജോഡി. ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന രോഗകാരി ഫ്ലാവി വൈറസ് ആണ്. ഫ്ലാവി വൈറസ്. ട്രിപ്പോനിമ പലീഡം സിഫിലിസിന് കാരണമാകുന്ന രോഗകാരിയാണ്. ട്രിപ്പോനിമ പലീഡം സിഫിലിസിന് കാരണമാകുന്നു. ഡെങ്കിപ്പനിക്ക് കാരണമാകുന്നത് ഫ്ലാവി വൈറസ്. ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതി. ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്ക് വേണ്ടി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ സി സ്പെക്ട്രം. സ്പെക്ട്രമാണ് ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതിക്കായിട്ട് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതി. 2026 ലോക ആരോഗ്യ ദിന പ്രമേയം. 2026 ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം. ഉത്തരം ഓപ്ഷൻ ബി ആരോഗ്യത്തിനു വേണ്ടി ഒന്നിച്ച് അണിനിരക്കാം ശാസ്ത്രത്തോടൊപ്പം. ആരോഗ്യത്തിനു വേണ്ടി ഒന്നിച്ച് അണിനിരക്കാം ശാസ്ത്രത്തോടൊപ്പം എന്നതാണ് 2026 ലോകാരോഗ്യ ദിന പ്രമേയം. അടുത്ത ചോദ്യം. സൂര്യപ്രകാശത്തിന് 7 നിറങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. സൂര്യപ്രകാശത്തിന് 7 നിറങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ഓപ്ഷൻ എ ഐസക് ന്യൂട്ടൺ. സർ ഐസക് ന്യൂട്ടൺ ആണ് സൂര്യപ്രകാശത്തിന് 7 നിറങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസത്തിൻ്റെ പേര്. ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസത്തിൻ്റെ പേര് എന്ത്? ഉത്തരം ഓപ്ഷൻ ബി വിസരണം. വിസരണം. ഭൂഗുരുത്വ ത്വരണവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഭൂഗുരുത്വ ത്വരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്ത പ്രസ്താവന. ഉത്തരം ഓപ്ഷൻ സി ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം വസ്തുവിൻ്റെ പിണ്ഡത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ള പ്രസ്താവന തെറ്റാണ്. ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം വസ്തുവിൻ്റെ പിണ്ഡത്തെ ആശ്രയിക്കുന്നില്ല. താഴെ തന്നിരിക്കുന്നവയിൽ ഇരുമ്പിൻ്റെ അയിരുകൾ വരുന്ന ജോഡി കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ ഇരുമ്പിൻ്റെ അയിരുകൾ വരുന്ന ജോഡി ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് എന്നിവ രണ്ടും ഇരുമ്പിൻ്റെ അയിരുകളാണ്. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ആറ്റത്തിൻ്റെ വലിപ്പം ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്തോറും കുറയുന്നു. പീരിയഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുന്നു. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും ആറ്റത്തിൻ്റെ അയോണീകരണ ഊർജം കുറയുന്നു. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി 2, 3 ശരി. 2ഉം 3ഉം പ്രസ്താവനകളാണ് ശരി. പീരിയഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുന്നു. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും ആറ്റത്തിൻ്റെ അയോണീകരണ ഊർജം കുറയുന്നു. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ആറ്റത്തിൻ്റെ വലിപ്പം ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും കൂടുകയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ്. ഉത്തരം ഓപ്ഷൻ ബി ഹെൻറി മോസ്ലി. ഹെൻറി മോസ്ലിയാണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ്. ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദിമിത്രി മെൻഡലേവ്. അപ്പോൾ ഇവർ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഓർത്ത് വയ്ക്കുക. ആവർത്തന പട്ടികയുടെ പിതാവ് ദിമിത്രി മെൻഡലേവ്.
ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി. പഞ്ചവാദ്യങ്ങളിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളിൽ പെടാത്തത് ഏത്? പഞ്ചവാദ്യങ്ങളിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളിൽ പെടാത്തത് താഴെ പറയുന്നവയിൽ ഏത് വാദ്യോപകരണമാണ്? ഉത്തരം ഓപ്ഷൻ ബി ചെണ്ട. ചെണ്ടയാണ് പഞ്ചവാദ്യങ്ങളിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളിൽ പെടാത്തത്. തിമില, ചേങ്ങില, ശംഖ്, ഇടയ്ക്ക, മദ്ദളം ഇവയഞ്ചുമാണ് പഞ്ചവാദ്യങ്ങളിൽ പെടുന്നത്. ഏതൊക്കെയാണ്? തിമില, ചേങ്ങില, ശംഖ്, ഇടയ്ക്ക, മദ്ദളം. പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം. പാവങ്ങളുടെ കഥകളി എന്ന പേരിൽ അറിയപ്പെടുന്ന കലാരൂപം ഏത്? ഉത്തരം ഓപ്ഷൻ സി ഓട്ടൻതുള്ളൽ. ഓട്ടൻതുള്ളലാണ് പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം. 2028 നടക്കാനിരിക്കുന്ന ഒളിമ്പിക്സിന്റെ വേദികളിൽ പെടാത്തത് ഏത്? 2028 നടക്കാനിരിക്കുന്ന ഒളിമ്പിക്സിന്റെ വേദികളിൽ പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി മെക്സിക്കോ. കാലിഫോർണിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ലോസ് ഏഞ്ചലസ് എന്നീ 3 വേദികളിലായിട്ടാണ് 2028 ഒളിമ്പിക്സ് നടക്കാനിരിക്കുന്നത്. മെക്സിക്കോ അതിൽ പെടുന്നതല്ല. 2026 ഫിഫ വേൾഡ് കപ്പ് ജേതാക്കൾ. 2026 ഫിഫ വേൾഡ് കപ്പ് ജേതാക്കൾ. ഉത്തരം ഓപ്ഷൻ സി സ്പെയിൻ. സ്പെയിൻ ആയിരുന്നു 2026 ഫിഫ വേൾഡ് കപ്പ് ജേതാക്കൾ. 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയ വ്യക്തി. 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയ വ്യക്തി. ഉത്തരം ഓപ്ഷൻ ബി ഷിമോൺ സകാഗുച്ചി. ഷിമോൺ സകാഗുച്ചിയാണ് 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയത്. അദ്ദേഹത്തെ കൂടാതെ വേറെ 2 പേരും കൂടെയുണ്ട്. മേരി ഇ ബ്രോൺകോ, അതുപോലെ ഫ്രെഡ് റാംസ്ഡെൽ. പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിൻ്റെ കണ്ടെത്തലിനാണ് ഇവർക്ക് നോബൽ സമ്മാനം ലഭിച്ചത്. അടുത്ത ചോദ്യം, 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി വീയപുരം ചുണ്ടൻ. വീയപുരം ചുണ്ടനാണ് 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ. 2027 നടക്കുന്ന ആഗോള AI ഉച്ചകോടിക്ക് വേദിയാകുന്ന സ്ഥലം. 2027 ആഗോള AI ഉച്ചകോടിക്ക് വേദിയാകുന്ന സ്ഥലം. ഉത്തരം ഓപ്ഷൻ സി ജനീവ. ജനീവയിലാണ് 2027 ആഗോള AI ഉച്ചകോടി നടക്കുന്നത്. 2026 കോമൺവെൽത്ത് ഗെയിംസിൽ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി. 2026 നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി. ഉത്തരം ഓപ്ഷൻ എ മുരളി ശ്രീശങ്കർ. മുരളി ശ്രീശങ്കർ. അടുത്ത ചോദ്യം, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഉത്തരം ഓപ്ഷൻ സി എൻ ഷംസുദ്ദീൻ. എൻ ഷംസുദ്ദീൻ ആണ് ഇപ്പോഴത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോണായ സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം. ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോണായ സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം. ഉത്തരം ഓപ്ഷൻ എ വിശാഖപട്ടണം. വിശാഖപട്ടണമാണ് ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോണായ സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം. വിശാഖപട്ടണം. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. ഉത്തരം ഓപ്ഷൻ ഡി KG ശങ്കരപ്പിള്ള. KG ശങ്കരപ്പിള്ള. 2025 49ാമത് വയലാർ അവാർഡിന് അർഹമായ കൃതി. 2025 49ാമത്
വയലാർ അവാർഡിന് അർഹമായ കൃതി? ഉത്തരം ഓപ്ഷൻ ബി തപോമയിയുടെ അച്ഛൻ. തപോമയിയുടെ അച്ഛൻ. ഇത് രചിച്ചിരിക്കുന്നത് ഇ സന്തോഷ് കുമാർ. കേരളത്തിൽ നിന്ന് മയക്കുമരുന്ന് തുടച്ചു മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് 2026 ജൂൺ 1 മുതൽ ആരംഭിച്ച പദ്ധതി. കേരളത്തിൽ നിന്ന് മയക്കുമരുന്ന് തുടച്ചു മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് 2026 ജൂൺ 1 മുതൽ ആരംഭിച്ച പദ്ധതി ഏത്? ഓപ്ഷൻ സി ഓപ്പറേഷൻ തൂഫാൻ. ഓപ്പറേഷൻ തൂഫാൻ. നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഉത്തരം ഓപ്ഷൻ ബി സൗമൻ സെൻ. സൗമൻ സെൻ ആണ് നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയിൽ എഥനോൾ ഉപയോഗിച്ച് ഓടുന്ന കാർ ആദ്യമായി പുറത്തിറക്കിയ കമ്പനി. ഇന്ത്യയിൽ ആദ്യമായിട്ട് എഥനോൾ ഉപയോഗിച്ച് ഓടുന്ന കാർ പുറത്തിറക്കിയ കമ്പനി. ഉത്തരം ഓപ്ഷൻ എ മാരുതി സുസുക്കി. മാരുതി സുസുക്കിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എഥനോൾ ഉപയോഗിച്ച് ഓടുന്ന കാർ ഇറക്കിയത്. എഴുപത്തിരണ്ടാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ. 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ഫെമിനിച്ചി ഫാത്തിമ. ഫെമിനിച്ചി ഫാത്തിമയാണ് 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച മലയാള സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ചോദ്യം. ഭൗമസൂചിക പദവിയിൽ ഇടം പിടിച്ച കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നം. ഭൗമസൂചിക പദവിയിൽ ഇടം പിടിച്ച കേരളത്തിലെ ആദ്യത്തെ ആദിവാസി കരകൗശല ഉൽപ്പന്നം. ഉത്തരം ഓപ്ഷൻ ഡി കണ്ണാടിപ്പായ. കണ്ണാടിപ്പായ. നിലവിലെ ISRO ചെയർമാൻ. നിലവിലെ ISRO ചെയർമാൻ ആര്? ഉത്തരം ഓപ്ഷൻ സി വി നാരായണൻ. വി നാരായണനാണ് നിലവിലെ ISRO ചെയർമാൻ. ISROയും നാസയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഭൗമ നിരീക്ഷണ ഉപഗ്രഹം. ISROയും നാസയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഭൗമ നിരീക്ഷണ ഉപഗ്രഹം. ഉത്തരം ഓപ്ഷൻ സി നിസാർ. നിസാർ ആണ് ISROയും നാസയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഭൗമ നിരീക്ഷണ ഉപഗ്രഹം. താഴെ പറയുന്നവയിൽ ഔട്ട്പുട്ട് ഉപകരണം അല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ഔട്ട്പുട്ട് ഉപകരണം അല്ലാത്തത്. ഉത്തരം ഓപ്ഷൻ ബി സ്കാനർ. ഓപ്ഷൻ ബി സ്കാനർ. കീബോർഡിലെ ഫങ്ഷണൽ കീകളുടെ എണ്ണം. കീബോർഡിലെ ഫങ്ഷണൽ കീകളുടെ എണ്ണം. ഉത്തരം ഓപ്ഷൻ ബി 12. ഓപ്ഷൻ ബി 12. ഇന്ത്യയിൽ സൈബർ നിയമം നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ സൈബർ നിയമം നിലവിൽ വന്ന വർഷം. ഉത്തരം ഓപ്ഷൻ ബി 2000 ഒക്ടോബർ 17. 2000 ഒക്ടോബർ 17-നാണ് ഇന്ത്യയിൽ സൈബർ നിയമം നിലവിൽ വന്നത്. വിവരാവകാശ നിയമത്തിലെ 4-ാം അധ്യായം എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? വിവരാവകാശ നിയമത്തിലെ 4-ാം അധ്യായം എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചാണ് വിവരാവകാശ നിയമത്തിൻ്റെ 4-ാം അധ്യായം പ്രതിപാദിക്കുന്നത്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആര്? സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റു കമ്മീഷണർമാരെയും നിയമിക്കുന്നത് താഴെ പറയുന്നവരിൽ ആരാണ്?
ഉത്തരം ഓപ്ഷൻ ബി ഗവർണർ. ഗവർണറാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇതൊരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. പക്ഷേ നിലവിൽ വന്ന സമയത്ത് ഇതൊരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടാണ് 1978 നിലവിൽ വന്നത്. അതിനുശേഷം 1993 മെയ് 17 അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് നിലവിൽ വന്നു. പോക്സോ നിയമം നിലവിൽ വന്ന വർഷം. പോക്സോ നിയമം നിലവിൽ വന്ന വർഷം. ഉത്തരം ഓപ്ഷൻ ഡി 2012 നവംബർ 14. 2012 നവംബർ 14 പോക്സോ നിയമം നിലവിൽ വന്നത്. പോക്സോ കേസുമായി ബന്ധപ്പെട്ട പരാതി ആർക്കാണ് നൽകേണ്ടത്? പോക്സോ കേസുമായി ബന്ധപ്പെട്ട പരാതി നൽകേണ്ടത് താഴെ പറയുന്നവരിൽ ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ചൈൽഡ് ലൈൻ, ലോക്കൽ പോലീസ്, സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഇവർക്കെല്ലാം പോക്സോ കേസുമായി ബന്ധപ്പെട്ട് പരാതി സമർപ്പിക്കാവുന്നതാണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏത്? ഉത്തരം ഓപ്ഷൻ ബി പെരിയാർ. ഓപ്ഷൻ ബി പെരിയാർ. ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം. ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം. ഉത്തരം ഓപ്ഷൻ ഡി 101. 101 റാംസർ സൈറ്റുകളാണ് നിലവിൽ ഇന്ത്യയിലുള്ളത്. ധരാതലീയ ഭൂപടങ്ങളിൽ കോണ്ടൂർ രേഖകളെയും അവയുടെ നമ്പറുകളെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം. ധരാതലീയ ഭൂപടങ്ങളിൽ കോണ്ടൂർ രേഖകളെയും അവയുടെ നമ്പറുകളെയും സൂചിപ്പിക്കാനായി ഉപയോഗിക്കുന്ന നിറം. ഉത്തരം ഓപ്ഷൻ ബി തവിട്ട് നിറം. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.